യേശു പഴയ നിയമത്തിൽ എന്ന ഈ പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഉൽപ്പത്തി 32 അധ്യായത്തിൽ നാം യാക്കോബ് ഒരു പുരുഷനോട് മല്ലി പിടിച്ചെന്ന് വായിക്കുന്നു. താൻ ഒരു പുരുഷനോടാണ് മല്ലി പിടിച്ചെന്ന് യാക്കോബും, യാക്കോബ് മല്ലി പിടിച്ചത് തന്നോടാണ് എന്ന് ദൈവവും, യാക്കോബ് ഒരു ദൂതനോടാണ് മല്ലി പിടിച്ചതെന്ന് ഹോശേയ പ്രവാചകനും അവകാശപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ യാക്കോബ് മല്ലി പിടിച്ചത് ആരോടായിരുന്നു? ഈ സംഭവം പുതിയ നിയമവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? യാക്കോബുമായി മല്ലി പിടിച്ച ഈ പുരുഷന് ക്രിസ്തുവുമായി എന്തെങ്കിലും സാമ്യതയുണ്ടോ? ഉണ്ടെങ്കിൽ എങ്ങനെ ഈ മല്ലി പിടിച്ച പുരുഷനിൽ ക്രിസ്തു മറഞ്ഞിരിക്കുന്നു? അതാണ് നാം ഈ പോഡ്കാസ്റ്റിലൂടെ വിശകലനം ചെയ്യുന്നത്. ഞാൻ യഹോവയുടെ ദൂതൻ എന്ന ഒരു പോഡ്കാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർ അതുകൂടി കാണുവാൻ ശ്രമിക്കുക. യാക്കോബിന്റെ മല്ലിപിടുത്തം വിവരിക്കുന്ന പഴയ നിയമവചനത്തിലേക്ക് പോകാം. ഉൽപ്പത്തി 32 അധ്യായത്തിലെ 24 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. അപ്പോൾ ഒരു പുരുഷൻ ഉഷസാകുവോളം അവനോട് മല്ലി പിടിച്ചു. എന്നെ വിടുക, ഉഷസ് ഉദിക്കുന്നുവല്ലോ എന്ന് അവൻ പറഞ്ഞതിന്, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് അവൻ പറഞ്ഞു. നിന്റെ പേരെന്ത് എന്ന് അവൻ അവനോട് ചോദിച്ചതിന്, യാക്കോബ് എന്ന് അവൻ പറഞ്ഞു. നീ ദൈവത്തോടും മനുഷ്യരോടും മല്ലിപിടിച്ച് ജയിച്ചതുകൊണ്ട് നിന്റെ പേർ ഇനി യാക്കോബ് എന്നല്ല, ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും എന്ന് അവൻ പറഞ്ഞു. യാക്കോബ് അവനോട്, നിന്റെ പേർ എനിക്ക് പറഞ്ഞു തരയണമെന്ന് അപേക്ഷിച്ചു. നീ എന്റെ പേർ ചോദിക്കുന്നത് എന്ത് എന്ന് അവൻ പറഞ്ഞു. അവിടെ വച്ച് അവനെ അനുഗ്രഹിച്ചു. ഞാൻ ദൈവത്തെ മുഖാമുഖമായി കണ്ടിട്ടും എനിക്ക് ജീവഹാനി വന്നില്ല എന്ന് യാക്കോബ് പറഞ്ഞു. ആ സ്ഥലത്തിന് പെനിയേൽ എന്ന് പേരിട്ടു. 24 വാക്യത്തിൽ ഒരു പുരുഷനോടാണ് താൻ മല്ലി പിടിച്ചെന്ന് യാക്കോബ് പറയുമ്പോൾ, താനാണ് യാക്കോബിനോട് മല്ലി പിടിച്ചെന്ന് ദൈവം 28 വാക്യത്തിൽ പറയുന്നു. 30 വാക്യത്തിൽ താൻ ദൈവത്തെ മുഖാമുഖമായി കണ്ടുവെന്ന് യാക്കോബും പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ യാക്കോബ് ഒരു മനുഷ്യനെയും ദൈവത്തെയും ഒരേ വ്യക്തിയിൽ കാണുന്നു. അങ്ങനെയാണെങ്കിൽ ഈ മനുഷ്യൻ ആദിയിലെ ഉണ്ടായിരുന്ന വ്യക്തിയായിരിക്കാം. യോഹന്നാൻ ഈ വ്യക്തിയെക്കുറിച്ച് എന്തു പറയുന്നുവെന്ന് നോക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിലെ 1 അധ്യായത്തിലെ 1-14 വാക്യങ്ങൾ വായിക്കാം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഇനി 14 വാക്യത്തിലേക്ക് പോവാം. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അങ്ങനെയാണെങ്കിൽ യാക്കോബിന് ദൈവമായ വചനം ജഡത്തിൽ പുരുഷനായി പ്രത്യക്ഷപ്പെട്ടു. വചനം ആരാണെന്നുകൂടി വേദപുസ്തകത്തിൽ കൂടി തന്നെ നോക്കാം. വെളിപ്പാട് പുസ്തകം 19 അധ്യായത്തിൽ 13 വചനം വായിക്കാം. അവൻ രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു, അവന് ദൈവവചനം എന്ന് പേർ പറയുന്നു. അങ്ങനെയാണെങ്കിൽ യേശുവിന്റെ ബെത്ലഹേം ജനനത്തിനു മുമ്പുള്ള പ്രത്യക്ഷതയായിരുന്നു ഇവിടെ യാക്കോബ് ദർശിച്ചത്. കാരണം യേശു തന്നെ ഒരിക്കൽ പറയുകയുണ്ടായി, അബ്രഹാം ജനിക്കുന്നതിനു മുമ്പേ താൻ ഉണ്ടായിരുന്നുവെന്ന്. യോഹന്നാൻ 8:58. യേശു അവരോട്, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രഹാം ജനിച്ചതിനു മുമ്പേ ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞു. അബ്രഹാം ജനിച്ചതിന് മുമ്പേ എന്ന് മാത്രമല്ല, കാലത്തിനെല്ലാം മുമ്പേ ഞാൻ ഉണ്ടായിരുന്നു എന്നാണ് യേശു പറഞ്ഞതിൻ്റെ അർത്ഥം. അങ്ങനെ ദൈവത്തെ കാണുവാൻ യാക്കോബിന് സ്വർഗത്തിലേക്ക് പോകേണ്ടി വന്നില്ല. ഇതിനാലാണ് യാക്കോബ് 30 വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞത്, ഞാൻ ദൈവത്തെ മുഖാമുഖമായി കണ്ടിട്ടും എനിക്ക് ജീവഹാനി വന്നില്ല എന്ന് യാക്കോബ് പറഞ്ഞു. സമാനമായ ഭാഷയിൽ ശിംശോന്റെ പിതാവ് പറയുന്നത് കേൾക്കാം. ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ 13 അധ്യായത്തിന്റെ 22 വായിക്കാം. ദൈവത്തെ കണ്ടതുകൊണ്ട് നാം മരിച്ചു പോകുമെന്ന് മനോഹ ഭാര്യയോട് പറഞ്ഞു. ഈ വചനത്തിന്റെ പശ്ചാത്തലം, ശിംശോന്റെ മാതാപിതാക്കൾക്ക് മക്കൾ ഉണ്ടായിരുന്നില്ല. ഈ സന്ദർഭത്തിലാണ് യഹോവയുടെ ദൂതൻ അവർക്ക് പ്രത്യക്ഷപ്പെട്ട് ശിംശോൻ എന്ന പുത്രനെ നൽകുമെന്ന് വാഗ്ദത്തം നൽകുന്നത്. ഈ ദൂതന് യാഗം അർപ്പിച്ച ശേഷം പറയുന്ന വാക്യമാണ് നാം വായിച്ചത്. ദൂതനാണ് അവരെ കാണാൻ വന്നുവെങ്കിലും മനോഹ പറഞ്ഞത് അവർ ദൈവത്തെ കണ്ടുവെന്നാണ്. കാരണം ദൂതന്മാർ ആരാധനയോ യാഗങ്ങളോ സ്വീകരിക്കുകയോ ആവശ്യപ്പെടുകയോ ഇല്ല. അതിനാലാണ് തങ്ങൾ കണ്ടത്
ദൂതനല്ലായിരുന്നു, അത് ദൈവമായിരുന്നുവെന്ന് മനോഹ പറഞ്ഞത്. ഇവിടെ യാക്കോവും ശിംശോന്റെ മാതാപിതാക്കളും തങ്ങൾ ദൈവത്തെ കണ്ടിട്ടും തങ്ങൾക്ക് ജീവഹാനി വന്നില്ല എന്ന് പറയുന്നതിനാൽ അന്നത്തെ ജനങ്ങൾക്ക് അറിയാമായിരുന്നിരിക്കണം ദൈവത്തെ കാണുന്നവർ പിന്നെ ജീവിച്ചിരിക്കില്ല എന്നത്. ഇതിന് കാരണം പുറപ്പാട് 33:20 വായിക്കാം. നിനക്ക് എന്റെ മുഖം കാണാൻ കഴിയുകയില്ല, ഒരു മനുഷ്യനും എന്നെ കണ്ട് ജീവനോടെ ഇരിക്കയില്ല എന്നും അവൻ കൽപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ യാക്കോബ് ആരെയാണ് കണ്ടത്? ആരോടാണ് മല്ലുപിടിച്ചത്? ആരാണ് യാക്കോബിനെ അനുഗ്രഹിച്ചത്? ഇതിനുള്ള ഉത്തരം യേശു തന്നെ പറയുന്നത് നോക്കാം. യോഹന്നാന്റെ സുവിശേഷത്തിലെ 1-ാം അധ്യായത്തിന്റെ 18 വായിക്കാം. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. പുത്രൻ എന്നതുകൊണ്ട് പ്രായക്കുറവിനെയല്ല, പിതാവിന്റെ പ്രകൃതിക്ക് തുല്യനായവൻ എന്നർത്ഥമാണുള്ളത്. യാക്കോബും പുരുഷനും തമ്മിലുള്ള സംഭാഷണത്തിലെ മറ്റൊരു ഭാഗം കൂടി നോക്കാം. ഉൽപ്പത്തി 32:28. നീ ദൈവത്തോടും മനുഷ്യരോടും മല്ലുപിടിച്ച് ജയിച്ചതുകൊണ്ട് നിന്റെ പേരിനി യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും എന്ന് അവൻ പറഞ്ഞു. യാക്കോബ് പോരാടിയത് ഒരു പേര് ലഭിക്കുവാനോ ജയിക്കുവാനോ വേണ്ടി ആയിരുന്നില്ല, അനുഗ്രഹം ലഭിക്കുവാൻ വേണ്ടിയായിരുന്നു. ദൈവത്തോട് പിടിച്ചു നിൽക്കുന്നവർ ഒരിക്കലും ശൂന്യ കൈകളോടെ മടങ്ങുകയില്ല. ഇസ്രായേൽ എന്ന നാമം 2 പദങ്ങൾ ചേർന്ന ഒരു വാക്കാണ്, ഇസ്രാ എന്നും ഏൽ എന്നും. ചിലർ ഏൽ എന്നതിന് ഈൽ എന്നും വിളിക്കാറുണ്ട്. ഇസ്രാ എന്നതിന് ദൈവത്തോട് പൊരുതിയവൻ എന്നും ഏൽ എന്നത് ദൈവം എന്നുമാണ്. അങ്ങനെയാണ് ദൈവത്തോട് പൊരുതി ജയിച്ചവൻ എന്നർത്ഥത്തിൽ ദൈവം യാക്കോബിന് ഇസ്രായേൽ എന്ന് പേരിട്ടത്. ദൈവം എന്നർത്ഥം വരുന്ന ഏൽ പദം ഉപയോഗിച്ചിരിക്കുന്ന ചില പേരുകൾ നോക്കാം. ഇമ്മാനുവേൽ, ഇതിനർത്ഥം ദൈവം നമ്മോടുകൂടെ. ദാനിയേൽ, ദൈവം എൻ്റെ ന്യായാധിപൻ. ഗബ്രിയേൽ, ദൈവം എൻ്റെ ശക്തി. ഇഷ്മായേൽ, ദൈവം കേട്ടു. യാക്കോബിനോട് മല്ലുപിടിച്ച പുരുഷൻ ദൈവമായിരുന്നതിനാലാണ്, അഥവാ ദൈവത്തിൻ്റെ നാമം ഉൾക്കൊള്ളുന്നതിനാലാണ് യാക്കോബിന് ഇസ്രായേൽ എന്ന നാമം നൽകപ്പെട്ടത്. ഈ പുരുഷൻ ഒരു ദൂതനായിരുന്നുവെങ്കിൽ ഇസ്രാ മലക് എന്നാകുമായിരുന്നു യാക്കോബിന്റെ പേര്. മലക് എന്നാൽ ദൂതൻ എന്നാണ് അർത്ഥം. യാക്കോബ് എന്ന പേരിനർത്ഥം വഞ്ചകൻ എന്നാണ്. എന്നാൽ ദൈവത്തിനെ കണ്ടുമുട്ടിയതിനു ശേഷം വഞ്ചകൻ എന്ന പേരിൽ നിന്നും ദൈവത്തിൻ്റെ നാമം വഹിക്കുന്ന ഇസ്രായേൽ എന്ന പുതിയ സൃഷ്ടിയായി യാക്കോബ് മാറി. ഇതാണ് പുതിയ നിയമവും നമ്മെ പഠിപ്പിക്കുന്നത്. 2 കൊരിന്ത്യർ 5:17. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. ഇവിടെ ഒരു പുരുഷൻ ആദ്യം പ്രത്യക്ഷപ്പെടുന്നു, പിന്നെ ഈ പുരുഷൻ ദൈവമാണെന്ന് അവകാശപ്പെടുന്നു. സമാനമായ രീതിയിലാണ് മോശയുടെ ജീവിതത്തിലും സംഭവിച്ചത്. പുറപ്പാട് പുസ്തകത്തിലെ 3-ാം അധ്യായത്തിലെ 2-ഉം 6-ഉം വാക്യങ്ങൾ വായിക്കാം. അവിടെ യഹോവയുടെ ദൂതൻ ഒരു മുൾപടർപ്പിന്റെ നടുവിൽ നിന്ന് അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. ഇനി 6-ാം വാക്യം വായിക്കാം. ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമായി നിന്റെ പിതാവിന്റെ ദൈവം ആകുന്നു എന്നും അരുളിച്ചെയ്തു. ഉൽപ്പത്തി പുസ്തകത്തിൽ യാക്കോബിന് ആദ്യം പുരുഷൻ പ്രത്യക്ഷപ്പെട്ടെങ്കിൽ ഇവിടെ യഹോവയുടെ ദൂതൻ പ്രത്യക്ഷപ്പെടുന്നു. 2 പേരും അവസാനം അവർ ആരാണെന്ന് വെളിപ്പെടുത്തുന്നു. തന്റെ പേര് മാറ്റിയ ദൈവത്തിന്റെ ഓർമ്മയ്ക്കായി ആ സ്ഥലത്തിന് യാക്കോബും ഒരു പേരിടുന്നു. ഉൽപ്പത്തി 32:30. ഞാൻ ദൈവത്തെ മുഖാമുഖമായി കണ്ടിട്ടും എനിക്ക് ജീവഹാനി വന്നില്ല എന്ന് യാക്കോബ് പറഞ്ഞു. ആ സ്ഥലത്തിന് പെനിയേൽ എന്ന് പേരിട്ടു. പെനിയേൽ എന്നതിനർത്ഥം ദൈവത്തിന്റെ മുഖം എന്നാണ്. ഇതിനോട് പുതിയ നിയമത്തിലെ ഒരു വാക്യം കൂടി ചേർത്ത് വായിക്കാവുന്നതാണ്. 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിന്റെ 6 വായിക്കാം. ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണം എന്ന് അരുളിച്ചെയ്ത ദൈവം യേശുക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. അതായത് ദൈവത്തിന്റെ മഹത്വം യേശുക്രിസ്തുവിന്റെ മുഖത്തിൽ കാണുന്നു. അതിനാലായിരിക്കണം യാക്കോബ് ആ സ്ഥലത്തിന് ദൈവത്തിന്റെ മുഖം എന്നർത്ഥം വരുന്ന പെനിയേൽ എന്ന് പേരിട്ടത്.
ഇനി യാക്കോബ് തന്റെ വാർദ്ധക്യകാലത്ത് തന്റെ മക്കളോട് ഈ സംഭവം വിവരിക്കുമ്പോൾ പറയുന്ന ഒരു വാക്യം കേൾക്കാം. ഉൽപ്പത്തി 48:16. എന്നെ സകല ദോഷങ്ങളിൽ നിന്നും വിടുവിച്ച ദൂതൻ ഈ കുട്ടികളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ യാക്കോബ് തന്നെ അന്ന് അനുഗ്രഹിച്ച പുരുഷൻ ഒരു ദൂതനായിരുന്നുവെന്ന് മക്കളോട് വെളിപ്പെടുത്തുന്നു. യാക്കോബ് ദൂതനോടാണ് പൊരുതിയതെന്ന് ഹോശേയ പ്രവാചകനും എഴുതിയിരിക്കുന്നു. ഹോശേയ 12:4. അവൻ ദൂതനോട് പൊരുതി ജയിച്ചു. ഇതുവരെ നാം വിശകലനം ചെയ്ത വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉൽപ്പത്തി 32:24 യാക്കോബ് ഒരു പുരുഷനോടാണ് മല്ലുപിടിച്ചെന്ന് പറയുന്നു. ഉൽപ്പത്തി 32:28 വരുമ്പോൾ യാക്കോബ് തന്നോടാണ് മല്ലുപിടിച്ചെന്ന് ദൈവം പറയും. എന്നാൽ ഹോശേയ 12:4 യാക്കോബ് ദൂതനോടാണ് പൊരുതി ജയിച്ചുവെന്ന് ഹോശേയ പ്രവാചകൻ പറയുന്നു. എന്നാൽ യാക്കോബ് മല്ലുപിടിച്ചത് ഒരു വ്യക്തിയോടായിരുന്നു, 3 വ്യക്തികളോടല്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ 3 വ്യക്തികളുടെയും സ്വഭാവ സവിശേഷതകൾ ചേർന്ന ഒരു വ്യക്തിയോടായിരിക്കണം യാക്കോബ് മല്ലുപിടിച്ചത്. 1 കൊരിന്ത്യർ 10:4 വായിക്കാം. എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. ഈ പാറയാകുന്ന ക്രിസ്തുവായിരുന്നു യഹോവയുടെ ദൂതനായി മോശയ്ക്കും യോശുവയ്ക്കും ബിലയാമിനും ശിംശോന്റെ മാതാപിതാക്കൾക്കും പ്രത്യക്ഷനായത്. ഇസ്രായേൽ മക്കൾക്ക് ഈ പാറയെക്കുറിച്ച് ദൈവം അരുളി ചെയ്തത് നോക്കാം. പുറപ്പാട് പുസ്തകം 23:20. ഇതാ വഴിയിൽ നിന്നെ കാക്കേണ്ടതിനും ഞാൻ നിയമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകേണ്ടതിനും ഞാൻ ഒരു ദൂതനെ നിന്റെ മുമ്പിൽ അയക്കുന്നു. നീ അവനെ ശ്രദ്ധിച്ച് അവന്റെ വാക്ക് കേൾക്കണം. അവനോട് വിഘടിക്കരുത്. അവൻ നിങ്ങളുടെ അതിക്രമങ്ങളെ ക്ഷമിക്കയില്ല. എന്റെ നാമം അവനിൽ ഉണ്ട്. ഇവിടെ ദൈവം ഇസ്രായേൽ മക്കളോട് പറഞ്ഞ ആ വ്യക്തിയുടെ പേരാണ് യഹോവയുടെ ദൂതൻ എന്ന് പഴയ നിയമത്തിലുടനീളം പ്രതിപാദിച്ച യഹോവയുടെ നാമം വഹിക്കുന്ന, നമ്മുടെ അതിക്രമങ്ങളെ ക്ഷമിക്കുവാൻ അധികാരമുള്ള യേശുക്രിസ്തു. യാക്കോബ് മല്ലുപിടിച്ചത് പുരുഷനും ദൂതനും ദൈവവുമായുള്ള യേശുക്രിസ്തുവിനോടായിരുന്നു.